വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കണമെന്ന് വാദിച്ച നടൻ ജഗദീഷ് തന്നെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വൈകിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തി. ഫിഫ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സംവിധായകൻ ജോസ് തോമസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വാർത്താ സമ്മേളനം നടത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷാണ് എന്ന് ജോസ് തോമസ് വ്യക്തമാക്കി. മമ്മൂട്ടിയും മോഹൻലാലും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു. ഫിഫയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്താനായിരുന്നു ആലോചിച്ചത്. എന്നാൽ ജഗദീഷിന്റെ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം മാറ്റിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പത്രസമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നിർദ്ദേശത്തെ എതിർത്തത് ജഗദീഷ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫെഫ്ക ഭാരവാഹിയായ ജോസ് തോമസ് ആണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത്. ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിന്റെ ആ ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നാണ് ജോസ് തോമസ് വ്യക്തമാക്കുന്നത്. മലയാളം ന്യൂസ് 18നോടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് ഒരു പത്രസമ്മേളനം നടത്തണമെന്ന് മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞിരുന്നു. എന്നാൽ പത്രസമ്മേളനം നടത്തരുത് എന്നായിരുന്നു ജഗദീഷ് പറഞ്ഞത്. തടസ്സവാദം ഉന്നയിച്ചുവെന്ന് ബി ഉണ്ണികൃഷ്ണനാണ് ഇത് പറഞ്ഞത്. ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഇത് സംഭവിച്ച കാര്യമാണെന്നാണ് ജോസ് തോമസ് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു. നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം, ഇത്രയേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു പത്രസമ്മേളനം നടത്തരുത്, മാധ്യമങ്ങളെ കാണരുത്, നമ്മൾ എന്തിനിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു. ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയി. പിന്നെ ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, ജഗദീഷാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന്. അത് താങ്കൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? തടസ്സവാദം ഉന്നയിച്ചു എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്. മാത്രവുമല്ല മമ്മൂട്ടിയും മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നും എനിക്കറിയില്ല. ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജഗദീഷിനെ കുറ്റപ്പെടുത്തിയതല്ല, ആരെങ്കിലും വഞ്ചിക്കാനോ കൊലയ്ക്ക് കൊടുക്കാനോ അല്ല ജഗദീഷ് അത് പറഞ്ഞത്. പഠിച്ചിട്ട് സംസാരിക്കാം എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് സത്യമാണ്. അതിന്റെ പേരിൽ ജഗദീഷിനെ ബലിയാടാക്കേണ്ട. പെട്ടെന്ന് മാധ്യമങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയായിരിക്കാം. അതുകൊണ്ടുകൂടി ആയിരിക്കും പത്രസമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കണ്ട് പരിചയമുള്ള വ്യക്തിയാണ്. പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞാലും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി നൽകാൻ സാധിച്ചെന്ന് വരില്ല. ജഗദീഷ് പിന്നീട് പ്രതികരിച്ച സിദ്ദീഖിന്റെ പത്രസമ്മേളനം ശരിയായില്ല എന്ന് തോന്നിക്കാണും. ജഗദീഷ് എന്തുകൊണ്ട് അത്തരത്തിൽ സംസാരിച്ചുവെന്നും അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നാണ് ജോസ് തോമസ് പറയുന്നത്. അതേസമയം ജഗദീഷ് മാത്രമല്ല, മമ്മൂട്ടിക്കും മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ല എന്നായിരുന്നു ലിബർട്ടി ബഷീർ പറയുന്നത്. ഇക്കാര്യം ജഗദീഷാണ് തന്നോട് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എടുത്തു ചാടി ഒരു പത്രസമ്മേളനം നടത്തേണ്ട എന്നായിരുന്നു തീരുമാനം. ജഗദീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുമാനമെടുക്കുന്നത് നടക്കാത്ത കാര്യമാണ്. മമ്മൂട്ടി കൂടി പറഞ്ഞതോടെയാണ് പെട്ടെന്നുള്ള പത്രസമ്മേളനം വേണ്ടെന്ന് തീരുമാനിച്ചത് എന്നാണ് ജഗദീഷ് തന്നോട് പറഞ്ഞത്. ചെയ്തത് നല്ല കാര്യമാണ്. കാരണം ആ വിഷയം കൃത്യമായി പഠിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുന്നത് തിരിച്ചടിയായേനെ. മോഹൻലാൽ ഇതിലും വലിയ വിഷയം വന്നാലും യാതൊരു അഭിപ്രായം പറയാത്ത ഒരു വ്യക്തിയാണ്. വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാം എനിക്ക്. മറ്റുള്ളവർ പറഞ്ഞാൽ അത് അനുസരിക്കുന്നതാണ് രീതി. പ്രത്യേകിച്ച് മമ്മൂക്കയൊക്കെ പറയുമ്പോൾ അനുസരിക്കും. സിദ്ദീഖ് പത്രസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ജഗദീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സിദ്ദീഖ് പറഞ്ഞത് തെറ്റായി പോയെന്ന തോന്നൽ എനിക്കുമുണ്ടായിരുന്നു. സിദ്ദീഖിനെ സംബന്ധിച്ച് അത്തരം പത്രസമ്മേളനം നടത്തിയൊക്കെ ഒരു പരിചയക്കുറവുണ്ട്. അതേസമയം ജഗദീഷ് ഒരു അധ്യാപകനാണ്. എങ്ങനെ എന്ത് സംസാരിക്കണമെന്ന് വ്യക്തതയുണ്ട് അദ്ദേഹത്തിന് എന്നാണ് ലിബർട്ടി ബഷീർ വ്യക്തമാക്കുന്നത്. സിദ്ദീഖിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ജഗദീഷ് പ്രതികരിച്ചത്. ഒറ്റപ്പെട്ട സംഭവമെന്ന് പറയുന്നതൊക്കെ രക്ഷപ്പെടലാണെന്നും കോടതി അനുവദിക്കുമെങ്കിൽ വേട്ടക്കാരുടെ പേര് പുറത്തു വരണമെന്നുമാണ് ജഗദീഷ് പറഞ്ഞത്.